ഇനി മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. LDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ചെയർപേഴ്സൺ ആകാനാണ് സാധ്യത. അതേസമയം LDF അവിശ്വാസത്തെ പിന്തുണച്ച കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ദിയ ബിനുവിന് LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതിനു പിന്നാലെയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനം നഷ്ടമായത്. 12 LDF അംഗങ്ങൾക്കൊപ്പം 4 കോൺഗ്രസ് വിമത അംഗങ്ങളും പിന്തുണയ്ക്കുകയായിരുന്നു. നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് തീരുമാനം. നഗരസഭയിൽ LDFന് 12ഉം UDFന് 10ഉം കൗൺസിലർമാരായിരുന്നു ഉണ്ടായിരുന്നത്. പുളിക്കണ്ടം കുടുംബത്തിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ നിലപാടെടുത്തതോടെയാണ് നഗരസഭാ ഭരണത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. മായ രാഹുൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ പിന്തുണയ്ക്കുന്നതിൽ സംഘടനാപരമായ പ്രശ്നമില്ലെന്നാണ് LDFന്റെ വിലയിരുത്തൽ. LDFന്റെ 12 അംഗങ്ങളുടെയും കൂടാതെ കോൺഗ്രസ് വിമതരുടെയും പിന്തുണ ലഭിക്കുന്നതോടെ മായ രാഹുൽ ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. 16 പേരുടെ പിന്തുണ ലഭിച്ചാൽ മായ രാഹുൽ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടും. എന്നാൽ വിമത കൗൺസിലർമാർക്കിടയിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. വിമത കോൺഗ്രസ് കൗൺസിലർ ലിസിക്കുട്ടി ഉൾപ്പെടെയുള്ളവർക്ക് മായ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ അതൃപ്തിയുണ്ട്. അതേസമയം വിമത കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കോൺഗ്രസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. പാലായിൽ സംഘടനാപരമായി കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചെങ്കിലും നടപടിയിൽ പിന്നോട്ടു പോകേണ്ടതില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോട്ടയം.